പാഞ്ചാലി 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 ആഹാ ഇതാരാന്ന് എന്ത് നമ്മളിൽ ഓർമ്മയുണ്ടാ? നീ അപ്പൊ വന്നിനി? അല്ലപ്പാ മോളപ്പുരം പോയിന്ന് വെച്ചിട്ട് ഇങ്ങനെയുണ്ടാ? സ്വന്തം നാടും വീടെല്ലാം മറന്നു പോക്ക്. ഒന്നും പറയണ്ടണേ. ആടെ കുഞ്ഞിനെ നോക്കാൻ ആരെ കിട്ടാനാണ്? അവർ രണ്ടാളും ജോലിക്കാറ്. പിന്നെ ഈ ചെറിയ കുഞ്ഞിനെയും കൊണ്ടൊക്കെ ആവണ്ടേ ആദ്യത്തെ പണിയും. ഞാൻ ഇല്ലോണ്ട് എന്നിട്ടും വരാൻ പറ്റില്ല. പിന്നെ നമുക്ക് നമ്മളെ നാട് കാണാണ്ട് ഒന്നും പറയണ്ട. എന്നിട്ട് ഞാൻ ആ തൊഴിലുറപ്പാറെ കൊണ്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി പിച്ചു മിഞ്ഞാന്ന്. എന്നിട്ട് എത്ര അതിന്റെ ഉള്ളിൽ കേറുന്നു. എന്നാണ് ഇത്ര തിരക്ക്? ആരും മരിച്ചില്ല. എന്നാ പറ്റീനി? ആരും മരിച്ചെന്നല്ല, നമ്മളെ നാട്ടിലിപ്പൊ ഫേമസ് ആയില്ലേ. ഫേമസ് ആവാനാ? ആ എന്തേ? നമ്മളെ ആമ്പലില്ലേ, എത്ര ആമ്പലുണ്ടായിന്. ആമ്പല് കാണാനും വീഡിയോ എടുക്കാനും എത്ര ജനങ്ങളായിപ്പം വരുന്നറിയാം. നമ്മള് തൈപ്പോന്ന ആണേ നമ്മളെ തോട്ടിലെ ആമ്പല് ആർക്കും വേണ്ടാണ്ടെന്ന ആമ്പലല്ലേ. ഇപ്പൊ എല്ലാരും തോണി ഇറക്കി തോണി പോവാനെല്ലാം പൊൽച്ചക്കേടെ വണ്ടീന്റെ പ്രളയാന്ന്. അതെന്ത് ഭ്രാന്താണ് ഈ നാട്ടുകാർക്ക് പറ്റി? അപ്പൊ നീ വാർത്തയൊന്നും കണ്ടില്ല? വാർത്തയെല്ലാം ഉണ്ടായിനല്ലേ നമ്മളെ നാടിനെ പറ്റിട്ട്. ടിവി ഫോണും കാണാത്ത കാലം മറന്നു ഞാൻ. നമ്മളെ കൂട് തുറ്റിന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏടുന്നെല്ലാ ജനങ്ങള് വരുന്ന. അങ്ങ് പുറം രാജ്യത്ത് നേരെ ആള് വരുന്നുണ്ട്. ചെന്നൈ, കർണാടക, മാഹി, മറ്റേ എന്നാന്ന് വടര ആണ് ഈടുന്നെല്ലാ വരുന്നറിയാ. രാവിലെ എന്തിലോ ബുളുബുളൂന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായി. ഞാൻ എല്ലാം വന്നിട്ട് ഞാനോ എത്ര കാറും വണ്ടിയും ജനങ്ങളും തന്നെ ഇപ്പൊ രാവിലെ. ഇന്ന് രാവിലെ ഞാൻ രാവിലെ വരുമ്പോ വണ്ടി കണ്ടിട്ടുണ്ടാവും. ഓട്ടോ ഒന്നും അവിടെ വളക്കാൻ സ്ഥലമില്ല. നീ വരുമ്പോ അവിടെ വായനശാലൊക്കെ വലിയ ബോർഡ് വെച്ചിട്ട് കണ്ടിട്ടില്ല? വലിയ ബോർഡല്ല ആടാ. ഓ കണ്ടിന്. പിന്നെ ചെക്കന് രാവിലെ പോണ്ടോണ്ട് രാവിലെ ഒന്ന് ചായയാക്കി കൊടുക്കേണ്ട തിരക്കിന് ഞാൻ പാഞ്ഞു വന്നാണ്. അപ്പഴത്തേക്കില്ല ആരുമില്ല വീട്ടില്. അതിന് ചെക്കനെല്ലാം ഇവിടെ തൊയ്യാൻ പറ്റണ്ടാണ്. എന്റെ ഒക്കെ നിന്റെ ഒക്കെ ശോഭന്റെ ഒക്കെ എല്ലാരും തൊയ്യാൻ പോക്കുണ്ട്. ഓ എന്നാ വെറുതെ അല്ല. ഇപ്പൊ ഇവിടെ 4 തോണി ഇറക്കിയിട്ടുണ്ട്. അതിനെല്ലാം തൊയ്യാൻ ആള് വേണ്ടേ? രാവിലെ വരുന്നല്ലേ. അതുകൊണ്ട് ഞാൻ ആടാ ഇവർക്ക് ചായ കച്ചവടം നടത്തിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞ തിരക്കുന്ന്. ചായ എന്തെങ്കിലും ചെറിയ കടി രാവിലെ വരുന്നവരല്ലേ. എന്നിട്ട് കൊച്ചക്ക് ഈ പരിപാടി വീട് 5-6 മണിയാകുമ്പോ എത്തണം എന്ന് പറഞ്ഞാല് അങ്ങ് ദൂരത്തിന് വരുന്നവരല്ലേ. ഞാൻ ചായയും കടിയിലാക്കും. അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. എനിക്കും ഒരു വരുമാനമായാലും നാട്ടുകാർക്ക് എല്ലാവരും ഒരു വരുമാനത്തിന്റെ ഇങ്ങനെ ഒന്ന് വരുമ്പോഴത്തേക്ക് എല്ലാം രക്ഷപ്പെട്ടു. എന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ചായ കച്ചവടം നടത്തി തൊയ്യാൻ പോകുന്ന പിള്ളേർക്ക് ഒരു കാശി. നമ്മളെ മറ്റേ സുലോചനന്റെ ചെക്കനയുടെ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. ഈ വരുന്നവര് ഫോട്ടോ ക്യാമറ ഇല്ലാണ്ട് വരുന്നവരുണ്ടല്ലോ, അവരെല്ലാം ഫോട്ടോ തോണിയിലിരുന്ന് നല്ല വൃത്തിക്ക് എടുത്തു കൊടുക്കും. ചെക്കെ അങ്ങ് കൂടി അടുത്തൊന്നല്ല, 1 കിലോമീറ്റർ 3/4 മണിക്കൂറിൽ ഒരു ട്രിപ്പ്. അങ്ങ് നമ്മളെ ആമ്പൽപ്പാടില്ലേ, നമ്മളെ അണക്കെട്ടിന്റെ ആടെ പോയിട്ട് അതെല്ലാം നല്ല കാഴ്ച തന്നെയാണ്. നല്ല ആടെ നല്ല ഫുള്ള് ആമ്പൽപ്പാടും. എന്നിട്ട് ഇവരുടെ തോണിന്ന് ഇറങ്ങിയിട്ട് തോണി പിടിച്ചു കൊടുക്കും. അപ്പൊ ഇവര് ഫോട്ടോ എടുക്കും. കാണണ്ടേ? ഞാൻ കുറച്ചു ദിവസം മാറിയിരിക്കുമ്പോഴത്തേക്ക് ഈ നാട്ടിന് എന്തെല്ലാം മാറ്റാ മതിയാ. നമ്മളാരെങ്കിലും വിചാരിച്ച നമ്മളെ നാട് ഇങ്ങനെയാവും. അതന്നെയല്ലേ പറയുന്നത്. ഈ നാട്ടിലൊരു തിരക്കുണ്ടാവല് കുന്നൂക്കാവിലെ തെയ്യത്തിനും തൊണ്ടച്ചന്റെ അടുത്ത തെയ്യത്തിനുമാണ്. അതിനെക്കാട്ടില്ല ജനങ്ങളാ മോളെ ഇപ്പൊ ഇവിടെ വരുന്നു. ഉത്സവം പോലെ തന്നെയാന്ന് തോന്നുന്നല്ലേ. ഇങ്ങനെ രാവിലെ എണീറ്റ് എത്രയാ വണ്ടി കാണാൻ തുറസന്നെ ആളും പാളും തിരക്കും. എത്രയാ പിള്ളേർ വരും. ഞാൻ ആദ്യം ഇങ്ങനെ ചിന്തിച്ചേ, എന്തിനാ ഈ ആമ്പലിനെല്ലാം ഇത്ര കാണാൻ. അതന്നെയല്ലേ ഞാനും വിചാരിക്കുന്നു. ഓണയായിരുന്നു നമ്മക്ക് നമ്മളെ നാട്ടിലെന്നെ ബലിയില്ലാണ്ടില്ലോ. അന്നേരം അവര് പറയുന്ന കേക്കണം, എന്റെ ചേച്ചി എന്ത് രസാണ് നിങ്ങളെ നാട്, നമ്മളാടിയൊന്നും ഇങ്ങനെയില്ല, നിങ്ങക്ക് നല്ല അരങ്ങല്ലേ, ദിവസം ഇത് കണ്ടൂടെന്നല്ലോ. നമ്മളെ പോലുണ്ടാ? നമ്മക്കല്ലേ മിഷിയില്ലാത്ത. അല്ലാണേ അപ്പൊ ഈ ദൂരം ബൈക്കുന്നെല്ലാം വരുന്നവർക്ക് ഈ ഉള്ളിലോട്ടേക്കല്ല നമ്മൾ ഈ വയ്യെല്ലാം എങ്ങനെ തിരിഞ്ഞത്?
അതാ ഞാൻ പറഞ്ഞേ അവിടെ ബോർഡ് വെച്ചിന്. ആ ബോർഡിന്റെ അകത്ത് ചെറിയ കട്ടത്തില് അവര് ഈ ലൊക്കേഷൻ ഇല്ലേ മാപ്പിൽ അടിച്ചു നോക്കുന്നേ, അതിന്റെ QR കോഡ് സ്കാനർ ഉണ്ട്. അതിങ്ങനെ സ്കാൻ ചെയ്താല് നമ്മളെ ലൊക്കേഷൻ കാണിക്കും പോലും. അപ്പൊ അത് നോക്കിട്ട് വയ്യൊന്നും തെറ്റൂല, കറക്റ്റായിട്ട് വഴി കാണിച്ചിരുന്നു. ഇങ്ങനെ ഇവിടെ തന്നെ കൊണ്ടെത്തിക്കും. പിന്നെ വായനശാലേന്റെ അടിയത്തെ നമ്മള് ബോർഡ് ഉണ്ടല്ലോ, ആ നീട്ടേക്ക് വരാൻ ഭയങ്കര എളുപ്പമാണ്. അതിന്റെ അകത്ത് സമയവും വിളിക്കാനുള്ള നമ്പർ എല്ലാം ഉണ്ട്. ഇവിടെ അപ്പൊ എത്ര മണി മുതൽ എത്ര മണി വരെ ഇവര് തോണിക്കാറെല്ലാം ഉണ്ടാവും? തോണിക്കാർ ആമ്പല് തന്നെ രാത്രിക്കേ വിരിയുന്നുണ്ടല്ലോ, 8 മണി തൊട്ട് ആമ്പല് വിരിയുന്നു. ഇപ്പൊ ഉള്ളത് പൊലച്ചക്ക് ഒരു 6 മണിയാകുമ്പോ തുടങ്ങും, പിന്നെ 10-11 മണി വരെ നമ്മൾ ആമ്പല് കൂമ്പുന്ന വരെ ഉണ്ടാവും. അതിന് ആ ബോർഡില് അതിന്റെ അകത്തെല്ലാം നമ്പർ ഉണ്ട്, ഒരു 3-4 നമ്പർ ഉണ്ട്. അതിന്റെ അകത്ത് ഏതകത്ത് വിളിച്ചാലും കിട്ടും. എന്നിട്ട് ബുക്ക് ചെയ്തിട്ടാണ് ആള് വരുന്നത്. ബുക്ക് ചെയ്തിട്ട് വന്നാൽ എന്തുണ്ട്, ആ കറക്റ്റ് സമയത്തിന് ഇവിടെ എത്തിയാല് ആ സമയത്തിന് അവർക്ക് തോണി കയറി പോവാം. ബുക്ക് ചെയ്യാണ്ട് ആള് വരുന്നുണ്ട്, അപ്പൊ കുറച്ച് സമയം അവർക്ക് കാത്തിക്കേണ്ടി വരും, അത്രേ ഇല്ലു. ബുക്ക് ചെയ്തിട്ട് വന്നാൽ നല്ല തന്നെ വേഗം അങ്ങ് കേറി പോവാ. നമുക്ക് എന്നാ കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കിയാലോണേ, ഒന്ന് അങ്ങോട്ടെല്ലാം പോയിട്ട് വരാം. നാടും കണ്ടിട്ട് നീ ആടെ ആക്കിയൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒന്നാണ് ഇങ്ങനെ വണ്ടിയെല്ലാം പോന്ന്. ഇപ്പൊ ഈ സമയം അറിയാത്തവര് വരുന്നുണ്ട് തോന്നുന്നു. വന്നാൽ ഇപ്പൊ തോണിക്കാരൊന്നും ഉണ്ടാവൂല, വന്നിട്ട് ഇങ്ങനെ നമ്മളെ നാട്ടിലൊന്ന് കണ്ടിട്ട് പോവാന്നല്ലോ. കണ്ടുവെച്ചാ പിന്നെ സമയം നോക്കിട്ട് രാവിലെ വരാല്ലേ. ഇപ്പൊ നല്ല ഇതന്നെയാ, നാടെ പോയിരിക്കാനോ എന്തെല്ലോ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാടാ. കാറ്റെല്ലാം കൊണ്ടിരിക്കാൻ നല്ല അരങ്ങന്നെയാന്ന്. നമുക്കൊന്ന് അത്രോളം പോയിട്ട് കണ്ടിട്ടെല്ലാം വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ബോർഡ് കണ്ട, അതിന്റെ അകത്ത് നമ്പറും ഇത് കണ്ട, താഴെ കണ്ട സ്കാനർ. ഇത് ഫോണിൽ അടിച്ചു കൊടുത്താല് ലൊക്കേഷൻ എല്ലാം കിട്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ വരാം. ഈ നമ്പറിൽ വിളിച്ചാൽ മതി, ബുക്ക് ചെയ്യാൻ. അതിന്റെ നമ്പറാണത്. അതിന്റെ അകത്ത് വാട്സപ്പ് ചെയ്യോ വിളിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹോം സ്റ്റേ ഉണ്ട്. ഇതാ കണ്ട, ഇതിന്റെ അകത്ത് ഇവിടെ നമ്മളടുത്ത് കിട്ടുന്ന എല്ലാം സെൽഫി പോയിന്റ്, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോട്ടോഷൂട്ടിനുള്ള സൗകര്യം എല്ലാം ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഉള്ള ബോർഡാണ് ഇത്. ഇതിന്റെ അകത്ത് നോക്കിയാല് നമ്മളെല്ലാം കിട്ടി, എല്ലാവരും കിട്ടി. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഒരു സംശയവും ഇല്ലാണ്ട് നമ്മളെ നാട്ടിലേക്ക് എല്ലാരും എത്തിട്ട് നമ്മളെ നാടിന്റെ സൗന്ദര്യം എല്ലാരും കണ്ട് ആസ്വദിക്കട്ടെ. അമ്പൽപ്പാടവും തോണി യാത്രയും എല്ലാം കണ്ട് ആസ്വദിച്ച് സന്തോഷായിട്ട് മടങ്ങട്ടെ.